Prediction, prediction, prediction. The greatest learnify physics chapter 1. Prediction. സോ നിങ്ങളുടെ SSLC ഓണം എക്സാം 2025-26 വർഷത്തിൽ ഓണം എക്സാം എഴുതാൻ പോകുന്ന ഒരാളാണെങ്കിൽ ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സൗണ്ട് ആൻഡ് വേവ് പുതിയ സിലബസ് ആണ്, പുതിയ ബുക്കാണ് ആൻഡ് പുതിയ കുട്ടികളാണ് പുതിയതായിട്ട് പരീക്ഷ എഴുതാൻ പോവുക. സോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ വലിച്ചു വാരി പഠിക്കണമെന്നില്ല. ഞാൻ പറയുന്ന ഈ ഒരു മാർക്കിന്റെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസും ആ ഒരു ടോപ്പിക്കിലെ ചോദ്യങ്ങൾ പഠിക്കുക. സോ ഇൻ കേസ് ഇത് വരികയാണെങ്കിൽ ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ചോദിക്കുന്നത് പറയരുതോ? ഓക്കെ, ഞാൻ ശരിക്കും ചോദിച്ചിട്ടൊന്നുമില്ല. സെറ്റായോ? ടെക്സ്റ്റ് ബുക്ക് മൊത്തം നോക്കി നമ്മൾ AI ബേസ്ഡ് പ്രഡിക്ഷൻ ആണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. AI ബേസ്ഡ് പ്രഡിക്ഷൻ വീഡിയോയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഞാൻ സമയം കളയുന്നില്ല, നമുക്ക് ലിമിറ്റഡ് ആണ്. ആൻഡ് ലെറ്റ്സ് ഗോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ആൻഡ് കമന്റ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. നോട്ട് കിട്ടണം പ്രഡിക്ഷൻ ആണ്. നമുക്ക് നോക്കാം. 2025 SSLC ഫിസിക്സ് ചാപ്റ്റർ 1 ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ. ശബ്ദ തരംഗങ്ങൾ, സൗണ്ട് ആൻഡ് വേവ്സ് ബേസ്ഡ് ഓൺ SCERT ടെക്സ്റ്റ് ബുക്ക് ആൻഡ് പ്രീവിയസ് ഇയർ ട്രെൻഡ്. നോക്കാം, നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് നോക്കാം. സോ ആദ്യമായിട്ട് നമ്മുടെ ചോദ്യങ്ങൾ 1 മാർക്കിന്റെ സെറ്റ് ഓഫ് ചോദ്യങ്ങൾ വരികയാണെങ്കിൽ അത് ഇതേപോലെയായിരിക്കും വരിക. 1 മാർക്കിന്റെ സെറ്റ് ഓഫ് ചോദ്യങ്ങൾ വരികയാണെങ്കിൽ അത് ഇതേപോലെയായിരിക്കും വരിക. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട് കിട്ടാൻ വേണ്ടി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ചോദിക്കാം. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് പരിശോധിക്കാം. 1 മാർക്കിന്റെ സെറ്റ് ഓഫ് ചോദ്യം വരുന്നെങ്കിൽ അത് ഇതേപോലെയായിരിക്കും. നിങ്ങൾക്ക് മൊത്തം ഞാൻ എടുത്ത് പറഞ്ഞു തന്നു. കാണുന്നുണ്ടോ? ഡൗട്ട് ആണല്ലേ? നമുക്ക് ജസ്റ്റ് ആക്കാം. ഇപ്പൊ കാണാൻ സാധ്യത. 1 മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇതെല്ലാം. 1 മാർക്കിന്റെ ചോദ്യങ്ങളാണ്. ഫസ്റ്റത്തെ ചോദ്യം നോക്കാം. ഫസ്റ്റ് ചോദ്യം ഞാൻ നോക്കട്ടെ. വാട്ട് ടൈപ്പ് ഓഫ് വേവ്സ് ഈസ് സൗണ്ട്? ശബ്ദ തരംഗം ഏത് തരത്തിലുള്ളതാണ്? അതാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് 1 വേർഡ് ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. അതാണ് ലോങ് എന്താണ്? വേവ്സ് ആണ്, ദീർഘതരംഗമാണ് കേട്ടോ. ഓർത്ത് വെക്കുക. രണ്ടാമത്തെ SI യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസിന്റെ SI യൂണിറ്റ് എന്താണ്? ഹെഡ്സ് ആണ് കേട്ടോ. ഹെഡ്സ് കണ്ടുപിടിച്ചതാണ് ഹെൻറിച്ച് ഹെഡ്സ് ആണ്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് സിമ്പിൾ ഓഫ് വേവ് ലെങ്ത്തിന്റെ സിമ്പിൾ എന്താണ്? അത് ലാംഡയാണ്. ആൻഡ് ഫോർമുല ഫോർ സ്പീഡ് ഓഫ് വേവ് എന്താണ്? ഫോർമുല ഓഫ് സ്പീഡ് ഓഫ് വേവ്, അതായത് സ്പീഡിന്റെ അഥവാ തരംഗ വേഗത്തിന്റെ സൂത്രവാക്യം എന്താണ്? V is equal to m, P is equal to F into lambda, and define amplitude. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആംപ്ലിറ്റ്യൂഡ് എങ്ങനെ വിശദീകരിക്കാം? മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ഇക്വിലിബ്രിയം പൊസിഷൻ, അതായത് തുല്യാവസ്ഥയിൽ നിന്നും ഏറ്റവും കൂടുതലായി നീങ്ങുന്ന അകലം. ഈ ഒരു ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്ററിൽ നിന്നും 1 മാർക്കിന് വരാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. 1 മാർക്കിന് ഈ ചോദ്യങ്ങൾ തന്നെ വരും എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഈ ഒരു ഭാഗത്ത് നിന്നായിരിക്കും നിങ്ങൾക്ക് 1 മാർക്കിന് ചോദ്യം വരാൻ വളരെ അധികം സാധ്യത കൂടുതലായിട്ടുള്ളത്. അപ്പം ഈ ഒരു സെറ്റ് ഓഫ് ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കുക. ഇതാണ് 1 മാർക്കിന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് വരാൻ സാധ്യതയുള്ളത് കേട്ടോ. പ്രഡിക്ഷൻ ആണ്. നെക്സ്റ്റ് നോക്കാം. അടുത്തത് 2 മാർക്കിന്റെ ചോദ്യങ്ങൾ നോക്കാം. ഷോർട്ട് എക്സ്പ്ലനേഷനും ഡിഫറൻസുകളും മാച്ച് കൺസെപ്റ്റുമാണ് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താണ്? റൈറ്റ് ടു പ്രോപ്പർട്ടീസ് ഓഫ് മെക്കാനിക്കൽ വേവ്സ്. മെക്കാനിക്കൽ വേവ്സിന്റെ 2 പ്രോപ്പർട്ടീസ് അഥവാ ഗുണങ്ങൾ എഴുതുക ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, നീഡ്സ് മീഡിയം ക്ലാസിഫൈഡ് ആസ് ലോങ് ആറ്റിറ്റ്യൂഡ് ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്സ് ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ എന്താ ഈ ഒരു ആൻസർ ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കീ പോയിന്റുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ നോട്ട് കിട്ടണമെങ്കിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. രണ്ടാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഇസ് എ റിസൊണൻസ്? ഗിവ് ഓഫ് ആൻ എക്സാമ്പിൾ. അതായത് അനുനാദം എന്താണ്? അതിന്റെ എക്സാമ്പിൾ എഴുതാൻ ചോദിക്കില്ലേ? റീസോണൻസ്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ചോദിക്കാൻ സാധ്യതയുണ്ട്, പഠിച്ചു വെക്കുക. പിന്നെ വന്നിട്ടുള്ളത് എന്താണ്? അടുത്ത ചോദ്യം, വാട്ട് ആർ ദ കമ്പോസിഷൻ ഓഫ് റിയർ ഫ്രാക്ഷൻ? റിയർ ഫ്രാക്ഷന്റെ കമ്പോസിഷൻ ആൻഡ് റിയർ ഫ്രാക്ഷൻ വാട്ട് എന്താണ് ചോദിച്ചിട്ടുണ്ട്? അതായത് സങ്കോചനവും അതേപോലെ വിരളതയും എന്താണ് ചോദിച്ചിട്ടുണ്ട്? അതിന്റെ കാര്യങ്ങളോട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ജസ്റ്റ് നോക്കാൻ. ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ പറയുന്നില്ല, വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രമാണ് ഞാൻ മൊത്തം ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ നോട്ട് കിട്ടുമ്പോൾ ജസ്റ്റ് നോക്കണം. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ നമ്മുടെ ലെങ്ത് കൂടും. മിനിമം ഒരു 5 മിനിറ്റുള്ളിൽ ഒതുക്കണം, അതുകൊണ്ടാണ്. ഓക്കെ, ആൻഡ് അവസാനത്തെ ചോദ്യം എന്താണ്? വാട്ട് ഹാപ്പൻ ഫ്രീക്വൻസി ഇഫ് പെൻഡുലം ലെങ്ത് ഇൻക്രീസസ്? ഇതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഡിഫറൻസോ അല്ലെങ്കിൽ മാച്ചോ കൺസെപ്റ്റോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. പെൻഡുലത്തിന്റെ നീളം കൂടുമ്പോൾ ആവർത്തിക്ക് എങ്ങനെ മാറ്റം വരും? എങ്ങനെയാണ് അത് കുറയുകയാണല്ലോ ചെയ്യുക? അതായത് നമ്മുടെ ഫ്രീക്വൻസി ഡിഗ്രീസസ് ആണ് ചെയ്യുക. അപ്പൊ ഇതൊക്കെയാണ് ഈ ഒരു ഭാഗത്തുള്ള ചോദ്യങ്ങളാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? ഈ ഒരു ഓണം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഓണം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? വൃത്തിയായിട്ട് ഈ ചോദ്യങ്ങൾ പഠിക്കുക. ഓക്കെ, ഈ ചോദ്യങ്ങളും ഇതിന്റെ ഭാഗത്തുള്ള ചോദ്യങ്ങൾ നോക്കാം. ദെൻ ദാറ്റ്സ് ഇറ്റ്.
മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യത്തിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്തെന്നറിയോ? കൺസെപ്റ്റ്, കാൽക്കുലേഷന്, അതേപോലെ ഡിഫൈൻ പ്ലസ് ഡയഗ്രാം. ഇത്രയും ചോദ്യങ്ങളാണ് 3 മാർക്കിന്റെ സെറ്റിൽ നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ളത്. ആ സെറ്റ് ഞാൻ അവിടെ തന്നിട്ടുണ്ട്. ഇതൊക്കെ ഈ ചോദ്യങ്ങളെ വരൂ എന്ന് ഞാൻ ഗ്യാരണ്ടി ചെയ്ത് പറയാം. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ചോദ്യം എന്താണ്? A wave has frequency 16 Hz and wavelength of 2.5 meter. Find speed. ഓൾറെഡി അറിയാം. സ്പീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ് നിങ്ങൾക്ക് ഓൾറെഡി അറിയാലോ. അതായത് v is equal to f into lambda. f ഇവിടെ തന്നിട്ടുണ്ട്, ഫ്രീക്വൻസി തന്നിട്ടുണ്ട്, ലാംഡയും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പൊ അത് നേരെ ഡിഫൈൻ ചെയ്യാം. ഒരു പ്രോബ്ലം വരും ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം വരും, പക്ഷേ എക്സാം ടഫ് ഒക്കെ ആണെങ്കിലുള്ള പ്രോബ്ലം ഒക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇതേപോലെ ഇവിടെ ആൻസർ പോലെയായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ളത്. പിന്നെ എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വേവ് ഫ്രീക്വൻസി പീരീഡ് ആംപ്ലിറ്റ്യൂഡ്. വേവിന്റെയും അതേപോലെ ഫ്രീക്വൻസി പീരീഡ് ആംപ്ലിറ്റ്യൂഡ് ഇവ മൂന്നിന്റെയും എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, ക്യാരക്ടറിസ്റ്റിക്സ് എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ചോദിക്കാട്ടോ. അപ്പം അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. 3 മാർക്കിന്റെ സെറ്റിൽ നിങ്ങൾക്ക് അതും ചോദിക്കാൻ സാധ്യതയുണ്ട്. പഠിച്ചു വെക്കുക. വാട്ട് ഈസ് ദ ഫോഴ്സ് വേരിയേഷൻ ഗീവ് ടു എക്സാമ്പിൾ. എന്താണ് നമ്മുടെ വാട്ട് ഈസ് ദ ഫോഴ്സ്ഡ് വേരിയേഷൻ ഗീവ് ടു എക്സാമ്പിൾ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓക്കെ ചോദിച്ചിട്ടുണ്ട്. പ്രേരിത കുലുക്കം എന്നാൽ എന്താണ്, അതിന്റെ ഉദാഹരണങ്ങളൊക്കെ എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഞാൻ മൊത്തം ഒന്നും പറയുന്നില്ല, നിങ്ങൾ ജസ്റ്റ് നോക്കുക. അതാണ് നമ്മുടെ പ്രഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു ഭാഗത്ത് നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ. അപ്പൊ മാക്സിമം ഈ ഒരു ചോദ്യങ്ങളൊക്കെ പഠിച്ചു വെക്കുക. നമ്മുടെ അവസാനത്തെ ചോദ്യം എന്താണെന്ന് നോക്കണം. അവസാന ചോദ്യം, റൈറ്റ് 3 ഡിഫറൻസ് ബിറ്റ്വീൻ ലോങാറ്റിറ്റ്യൂഡൽ ആൻഡ് ട്രാൻസ്വേഴ്സ് വേവ്സ്. നമ്മുടെ ഫസ്റ്റ് ഭാഗത്ത് വന്നില്ല, ലോങാറ്റിറ്റ്യൂഡലും അതേപോലെ ട്രാൻസ്വേഴ്സ് വേവ്സിന്റെ ഒക്കെ എന്താ എക്സാമ്പിളുകൾ എഴുതാൻ, അല്ലെങ്കിൽ ഡിഫറൻസ് അത് തമ്മിലുള്ള വ്യത്യാസം എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നിങ്ങൾക്ക് ചോദ്യം വരാൻ സാധ്യത ടേബിൾ രൂപത്തിലാണ് നിങ്ങൾ എഴുതേണ്ടത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് അവസാനത്തെ സെക്ഷൻ നോക്കാം. 4 മാർക്കിന്റെ വരാൻ സാധ്യതയുള്ള 4 ചോദ്യങ്ങൾ. 4 മാർക്കിന് വരാൻ സാധ്യതയുള്ള 4 ചോദ്യങ്ങൾ നിങ്ങൾ 3 എഴുതിയാൽ മതി. ഓക്കെ, ഇതിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കൺസെപ്റ്റ് നമ്മൾ എഴുതേണ്ടി വരും, എക്സാമ്പിളുകൾ എഴുതേണ്ടി വരും, അതേപോലെ ഡയഗ്രാം ഡയഗ്രാമും ആവശ്യം വരും. അപ്പൊ ഫസ്റ്റ് നോക്കാം. ഡിസ്ക്രൈബ് ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, പീരീഡ്, വേവ്ലെങ്ത്, യൂണിറ്റ് ആൻഡ് സിമ്പിൾ. അതായത് ഈ ഒരു ആംപ്ലിറ്റ്യൂഡിന്റെയും ആവൃത്തിയുടെയും അതേപോലെ തരംഗത്തിന്റെയും കാലത്തിന്റെയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് ഡിസ്ക്രൈബ് ചെയ്യണം, അതിനെക്കുറിച്ച് വിശദീകരിക്കണം. ആംപ്ലിറ്റ്യൂഡ്, ഫ്രീക്വൻസി, പീരീഡ്, വേവ് ലെങ്ത് എന്നിവയെ കുറിച്ച് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാൻ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോക്കി വെക്കാം. രണ്ടാമത്തത് എക്സ്പ്ലെയിൻ റെസോണൻസ് വിത്ത് എ ലേബിൾഡ് ഡയഗ്രാം ആൻഡ് എക്സാമ്പിൾ. അതിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ 1.5 എന്ന് പറയുന്ന ഡയഗ്രാം നിങ്ങൾ നോക്കി വെക്കണം കേട്ടോ. അതും ഇമ്പോർട്ടന്റ് ആണ്. അതിൽ അനുനാദത്തിന്റെ എക്സാമ്പിൾ വെച്ച് കാര്യങ്ങൾ കേട്ടോ. ആ ഒരു ഭാഗം നിങ്ങൾ പഠിച്ചു വെക്കുക. ആൻഡ് വാട്ട് ആർ ദ മെക്കാനിക്കൽ വേവ്സ്, ഹൗ ആർ ദേ ക്ലാസിഫൈഡ്. അതായത് യാന്ത്രിക തരംഗങ്ങൾ എങ്ങനെയാണ് അതിനെ 2 തരങ്ങളായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്, തരംതിരിച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ ഏതാണ്, ലോങാറ്റിറ്റ്യൂഡൽ വേവ്സും അതേപോലെ ട്രാൻസ്വേഴ്സ് വേവ്സും ആണ്. ഈ ഒരു കാര്യങ്ങൾ പഠിച്ചു വെക്കുക. അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. എന്റെ അവസാനത്തെ ചോദ്യം, എ പെൻഡുലം. ഇതൊരു പ്രോബ്ലം ക്വസ്റ്റ്യൻ ആണ്. 3 മാർക്കിന്റെ ഭാഗത്തും വരും, 2 മാർക്കിന്റെ ഭാഗത്തും വരും, 4 മാർക്കിന്റെ ഭാഗത്തും ഒരു പ്രോബ്ലം വെച്ചിട്ട് ചോദ്യം വരാം. എ പെൻഡുലം കംപ്ലീറ്റ് 30 ഓസിലേഷൻ ഇൻ 60 സെക്കൻഡ്. ഫൈൻഡ് ദ ഫ്രീക്വൻസി ഓഫ് പീരീഡ്. അതായത് ഒരു പെൻഡുലം 60 സെക്കൻഡിൽ 30 ഓസിലേഷൻ പൂർത്തിയാക്കുന്നു. ആവൃത്തിയുടെ കാലം കണ്ടെത്തുക. അതായത് ടി ഈക്വൽ ടു 2s അതേപോലെ ഫോഴ്സ്. ആ ഒരു കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. അതിന്റെ ഇക്വേഷൻ ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും എന്നാണ് ഞാൻ കരുതുന്നത്. ഇല്ലെങ്കിൽ ജസ്റ്റ് നോക്കുക. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇത്രയും ചോദ്യങ്ങളാണ്. പക്ഷെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിരുന്നു. നിങ്ങൾ പഠിക്കുമ്പോൾ ഫിസിക്സിലെ 1ാമത്തെ ചാപ്റ്ററിന്റെ പ്രഡിക്ഷൻ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇമ്പോർട്ടന്റ് ഡയഗ്രാം ഓഫ് സ്റ്റഡി നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കേണ്ട ഡയഗ്രാംസ് ആണ് അവിടെ പറയാനുള്ളത്. ഓസിലേഷൻ സ്വിച്ചിങ് പെൻഡുലം അതിനെ കുറിച്ച് ഫിഗ് നമ്പർ 1.1 പഠിച്ചു വെക്കാൻ. അത് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ എക്സാമിന് വന്നിരിക്കും. ഓക്കെ, എന്താണ് ഫിഗ് നമ്പർ 1.1 നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുക. രണ്ടാമത് റെസോണൻസ് ട്യൂണിംഗ് ഫോർക്കും അതേപോലെ ഹെക്സോ ബ്ലേഡ്സും നിങ്ങൾ പഠിച്ചു വെക്കണം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ 1.5 എന്ന് പറഞ്ഞ ഡയഗ്രാം പഠിച്ചു വെക്കുക. ആൻഡ് ലോങാറ്റിറ്റ്യൂഡൽ വേഴ്സസ് ട്രാൻസ്വേഴ്സ് വേവ്സ് ഫിഗ് നമ്പർ 1.10 അതേപോലെ 1.13 ഡയഗ്രാം നിങ്ങൾ എന്ത് ചെയ്യാം, പഠിച്ചു വെച്ചിരിക്കുക. ഇത്രയുമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്. ദാറ്റ്സ് ഇറ്റ്. ഇത്രയുമാണ് നിങ്ങൾക്ക് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്നും പ്രഡിക്ഷൻ എന്ന് പറഞ്ഞ ലേണിംഗ് ബൈ തന്നിട്ടുള്ളത്. നിങ്ങൾ കണ്ടോ ഈ ചോദ്യം തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, എക്സാമിന് വന്നിരിക്കും. ഈ ചോദ്യങ്ങൾ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് വന്നിരിക്കും. സോ ഞാൻ ഗ്യാരണ്ടിയാണ് ഇതിന്റെ നോട്ട് നിങ്ങൾക്ക് കിട്ടും. വേഗം കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ പെട്ടെന്ന്. സോ അടിപൊളിയാക്കാൻ നമ്മൾ പരീക്ഷ ചുറ്റുവാക്കാം. സോ എല്ലാവർക്കും ബൈ. താങ്ക് യു. നമ്മുടെ ഇവിടെ കാണുന്ന അക്കൗണ്ടിലൊക്കെ ഒന്ന് ഫോളോ ചെയ്യാം. നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. സോ ബൈ. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, നിങ്ങൾ ജസ്റ്റ് നോക്കുക കേട്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് പ്രഡിക്ഷൻ പറഞ്ഞാൽ പെട്ടെന്ന് തീർക്കാൻ വേണ്ടിയിട്ടാണ്. സോ എല്ലാവർക്കും ബൈ. താങ്ക് യു.